നമുക്കിന്നേ ഒരു 100 കിലോ നവരരിക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മുടെ നവരനെല്ല് എങ്ങനെയാണ് അരിയാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതാണ് നവരനെല്ല്, കറുത്ത നിറത്തിലുള്ള നെല്ലാണ്. നമുക്കറിയില്ല, ഷഷ്ടികശാലി എന്നുള്ള പേരിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നെല്ലാണ്. പാലക്കാട് നിന്ന് GI ടാഗുള്ളതാണ്. നമ്മളിത് പൂർണ്ണമായിട്ട് തവിട് നിർത്തിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഈ മെഷീനാണ്, ഈ മില്ലാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, 2 റബ്ബർ റോളറാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുക. അപ്പോൾ ഈ നെല്ല് ഈ 2 റബ്ബർ റോളറുകളുടെ ഇടയിലൂടെ വന്ന് വീഴുന്ന സമയത്ത് അത് സ്പ്ലിറ്റായിട്ട് അതിനകത്തുള്ള തവിട് വേറെ നെല്ല് വേറെ ആയിട്ട്, തൊണ്ടുണ്ട്, തവിടല്ല, നെല്ലിൻ്റെ തൊണ്ട് വേറെ അരി വേറെ ആയിട്ട് വരിക ചെയ്യുക. ഇത് ഓണാക്കി കഴിഞ്ഞ് അതിനത് റോൾ ചെയ്യാൻ തുടങ്ങി ഓണാക്കി അതിനകത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെല്ല് വീഴുന്ന സമയത്ത് ഒരു ഭാഗത്തുകൂടെ ഈ കാണുന്ന പോലെ അരി സെപ്പറേറ്റ് ആയിട്ടും തൊണ്ട് വേറെ ആയിട്ടും പോകും. 1-2 പ്രാവശ്യം ഇതേപോലെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാണുന്ന പോലെ അരി ഒരു ഭാഗത്ത് വരും, ഈ കാണുന്ന തൊണ്ട് അതിൻ്റെ പുറകിലൂടെ വേസ്റ്റായിട്ട് പോവുക ചെയ്ത്. അപ്പോൾ അവരുടെ തൊണ്ടാണ്, അതുകൊണ്ടാണ് ബ്ലാക്ക് കളറിൽ നമുക്ക് കാണുന്നത്. നമ്മളിതിന് ശേഷം പിന്നീട് നെല്ലിലുള്ള കല്ലും അതുപോലെ തന്നെ പൊടിയരിയൊക്കെ വേർതിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷീനാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് അരി കൊട്ടിയിട്ട് കുറേശ്ശെയായിട്ട് താഴേക്ക് വരിക ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതിനൊരു എയർ ബ്ലോവർ പോലെ ഒരു സംവിധാനമാണ്. അപ്പോൾ എയർ അടിച്ചിട്ട് കല്ലും അതുപോലെ തന്നെ പൊടിയരിയും സെപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്താലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അഗെയിൻ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നെല്ലിൻ്റെ പതിരൊക്കെ ഉണ്ടെങ്കിൽ, ചണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് പാക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ബാക്കി ഇതിൻ്റെ പാക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്, എങ്ങനെ അയക്കുന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മില്ലിൽ നിന്നെല്ലാം കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. താങ്ക്